തൃശൂർ പൂരം വെടിക്കെട്ട് നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തുന്നതുമായി ബന്ധപ്പെട്ട് തേക്കിൻകാട് മൈതാനിയിൽ പ്രത്യേക സംഘം പരിശോധന നടത്തി. ഫയർ ലൈനിൽ നിന്ന് 60 മീറ്റർ അകലെ നിന്ന് വെടിക്കെട്ട് കാണുന്നതിനുള്ള സാധ്യതയാണ് പരിശോധിച്ചത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രത്യേക യോഗം വിളിച്ച സാഹചര്യത്തിലായിരുന്നു പരിശോധന. വയനാടിന്റെ പുനരധിവാസത്തിന് ദീർഘകാല പദ്ധതികൾ അനിവാര്യമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. കേന്ദ്രം സാധ്യമായ എല്ലാ സഹായവും നൽകുമെന്ന് ഗവർണർ. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആവശ്യമെങ്കിൽ കൂടുതൽ വായ്പകൾ എഴുതിത്തള്ളുമെന്ന് കേരള ബാങ്ക് വൈസ് പ്രസിഡന്റ് MK കണ്ണൻ. ജില്ലയിലുണ്ടായ കനത്ത മഴയിൽ 50 കോടിയോളം രൂപയുടെ നഷ്ടമുണ്ടായതായി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ. പുലിക്കളിയും കുമ്മാട്ടിയും സംഘങ്ങളുടെ ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്നതിന് തടസ്സമില്ലെന്ന് കളക്ടർ. മാള അഷ്ടമിച്ചെറിയിൽ വനിതാ ദന്ത ഡോക്ടറെ തെരുവ് നായ്ക്കൾ ആക്രമിച്ചു. ഡോക്ടർ പാർവതി ശ്രീജിത്താണ് തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിന് ഇരയായത്. വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 800 ഗ്രാം ഹാഷിഷ് ഓയിലുമായി 2 യുവാക്കളെ ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. കടപ്പുറം സ്വദേശികളായ മൂസിൻ, മുദസിർ എന്നിവരാണ് പിടിയിലായത്. അസം സ്വദേശിയെ വെടിവെച്ചു കൊല്ലാൻ ശ്രമിച്ച കേസിൽ പ്രതിയെ പാവറട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. വെങ്കിടങ്ങ സ്വദേശി രാജേഷാണ് അറസ്റ്റിലായത്. നമസ്കാരം. വാർത്തകൾ വിശദമായി. തൃശൂർ പൂരം വെടിക്കെട്ട് നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തുന്നതുമായി ബന്ധപ്പെട്ട് തേക്കിൻകാട് മൈതാനിയിൽ പ്രത്യേക സംഘം പരിശോധന നടത്തി. ജില്ലാ കളക്ടർ, പെസോ ഉദ്യോഗസ്ഥർ, സിറ്റി പോലീസ് കമ്മീഷണർ എന്നിവരുടെ നേതൃത്വത്തിലാണ് തേക്കിൻകാട് മൈതാനിയിൽ പരിശോധന നടത്തിയത്. ഫയർ ലൈനിൽ നിന്ന് 60 മീറ്റർ അകലെ നിന്ന് വെടിക്കെട്ട് കാണുന്നതിനുള്ള സാധ്യതയാണ് പരിശോധിച്ചത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇത് സംബന്ധിച്ച് ബുധനാഴ്ച പ്രത്യേക യോഗം വിളിച്ച സാഹചര്യത്തിലായിരുന്നു പരിശോധന. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം ഭാരവാഹികളും പരിശോധനയിൽ പങ്കെടുത്തു. വയനാടിന്റെ പുനരധിവാസത്തിന് ദീർഘകാല പദ്ധതികൾ അനിവാര്യമാണെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. തൃശൂർ രാമനിലയത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ഗവർണർ. പുനരധിവാസത്തിന് സംസ്ഥാന സർക്കാർ കൃത്യമായ പദ്ധതികൾ തയ്യാറാക്കണം. കേന്ദ്രം സാധ്യമായ എല്ലാ സഹായവും നൽകും. വയനാടിനായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നിരവധി പേരുടെ സഹായമാണ് ഒഴുകിയെത്തുന്നത്. ശരിതെറ്റുകൾ വിലയിരുത്തേണ്ട സമയമല്ല ഇപ്പോൾ. ദുരന്തമുഖത്താണ് നമ്മൾ നിൽക്കുന്നത്. എല്ലാവരും ഒന്നിച്ചു പ്രവർത്തിക്കേണ്ട സമയമാണിതെന്നും ഗവർണർ പറഞ്ഞു. all the victims of the Wayanad landslide. So that is clear. Now it is for the state government to make a detailed plan, and then since assurance has already been given, so people are also they are also coming forward in a big way. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആവശ്യമെങ്കിൽ കൂടുതൽ വായ്പകൾ എഴുതിത്തള്ളുമെന്ന് കേരള ബാങ്ക് വൈസ് പ്രസിഡന്റ് MK കണ്ണൻ. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വയനാട് ജില്ലയിൽ മൊത്തം 670 പേരാണ് കേരള ബാങ്കിൽ നിന്നും വായ്പ എടുത്തിരിക്കുന്നത്. ചൂരൽമലയിൽ മാത്രം 55 ലക്ഷം രൂപ വായ്പ നൽകിയിട്ടുണ്ട്. ആരാണ് അവകാശികളെന്ന് പോലും അറിയാത്ത സാഹചര്യത്തിൽ ശ്രദ്ധയിൽപ്പെട്ടവരുടെയെല്ലാം തുക എഴുതിത്തള്ളി. ആവശ്യമെങ്കിൽ കൂടുതൽ തുക എഴുതിത്തള്ളുമെന്നും കേരള ബാങ്കിന്റെ മാതൃക മറ്റു ബാങ്കുകളും സ്വീകരിക്കണമെന്നും MK കണ്ണൻ പറഞ്ഞു. ദുരന്തം നമ്മൾ പറയാൻ തന്നെയല്ലേ എടുക്കാം. 670 പേർക്കാണ് വയനാട് ജില്ലയിൽ കേരള ബാങ്ക് വായ്പ കൊടുത്തിട്ടുള്ളത്. ഈ ചൂരൽമലയിൽ 55 ലക്ഷം വായ്പ കൊടുത്തിട്ടുണ്ട്. അവരാരൊക്കെയൊന്നും പിടികിട്ടിയില്ല. ഇപ്പോൾ ശ്രദ്ധയിൽ വന്ന എല്ലാം നഷ്ടപ്പെട്ട ഒരു വിഭാഗം ആളുകളുടെ ലോൺ ഞങ്ങൾ എഴുതി തള്ളാൻ തീരുമാനിച്ചിട്ടുണ്ട്. ബാക്കി വരുന്ന മുറയ്ക്ക് ഒപ്പം തീരുമാനിക്കും. ഈ മാതൃക മറ്റ് ഷെഡ്യൂൾ ബാങ്കുകളും സ്വീകരിക്കണം എന്നതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ജില്ലയിലുണ്ടായ കനത്ത മഴയിൽ 50 കോടിയോളം രൂപയുടെ നഷ്ടമുണ്ടായതായി തൃശൂർ കുന്നംകുളം റോഡിലെ അറ്റകുറ്റപ്പണികൾ മഴ മാറിയാൽ ഒരാഴ്ചയ്ക്കകം പൂർത്തിയാക്കുമെന്നാണ് കരാറുകാർ അറിയിച്ചിരിക്കുന്നതെന്നും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ പറഞ്ഞു. തൃശൂർ പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസ് പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു കളക്ടർ. കനത്ത മഴയെ തുടർന്ന് 10,000 വീടുകളിൽ വെള്ളം കയറുകയും 20,000 ആളുകൾക്ക് ദുരിതാശ്വാസ ക്യാമ്പുകളിലും ബന്ധുവീടുകളിലുമായി മാറി താമസിക്കേണ്ടി വരികയും ചെയ്തു. പീച്ചി ഡാം കൂടുതൽ തുറന്നതിലും മുൻകരുതലെടുക്കുന്നതിലും എന്തെങ്കിലും അപാകത സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണെന്നും ഇനി ഇങ്ങനെയുണ്ടാകാതിരിക്കാൻ ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളിലെയും ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടെന്നും കളക്ടർ പറഞ്ഞു. പല സ്ഥലങ്ങളിലും ഒരുപാട് ഫോഴ്സായിട്ടാണ് വെള്ളം ഒഴുകിപ്പോയതും വീടുകളൊക്കെ മുങ്ങിയിട്ടും ഒരുപാട് ബുദ്ധിമുട്ട് എല്ലാവർക്കും അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് പീച്ചി ഡാം വരുന്നത്.
അപ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഓപ്പൺ ചെയ്യാനുള്ള പെർമിഷനും കാര്യങ്ങൾ നമ്മൾ കൊടുക്കാറ്. പക്ഷെ എന്നാലും കുറച്ച് കാര്യങ്ങൾ പരിശോധിക്കാണ്ട് ഡാം തുറന്നതിൽ എന്തെങ്കിലും അപാകത സംഭവിച്ചിട്ടുണ്ടോ, മുൻകൂട്ടി എന്തെങ്കിലും മുൻകരുതൽ എടുക്കുന്നതിൽ അപാകത സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ പരിശോധിച്ച് വരുന്നുണ്ട്. ഈ സംഭവിച്ചതിന് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള അകമലയിൽ നിന്ന് 2 കുടുംബങ്ങളെ മാറ്റി താമസിപ്പിക്കണം. ഇവർക്ക് സ്ഥലം വാങ്ങി വീട് വയ്ക്കാൻ 10 ലക്ഷം രൂപ വീതം അനുവദിക്കും. അതിരപ്പള്ളിയിലെ ട്രൈബൽ സെറ്റിൽമെന്റുകളായ വീരാൻകുടിയിലും അരയ്ക്കാറും പരിശോധന നടത്തി വേണ്ട നടപടികൾ ഉടൻ സ്വീകരിക്കും. 2 വീടുകൾ അവിടെ മണ്ണിടിച്ചിൽ സാധ്യതയുണ്ട്, അവിടെ എന്തായാലും താമസിക്കാൻ പറ്റില്ല. ആ 2 വീടുകൾ മാറ്റി പാർപ്പിക്കുന്നതാണ്. മറ്റുള്ള വീടുകൾ അവിടെ തന്നെ താമസിക്കാം. പക്ഷെ എന്നാലും ഒരു കണ്ടിന്യൂസ് ആയിട്ട് 2-3 ദിവസം മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രിക്കോഷൻ എന്ന നിലയ്ക്ക് അവിടെ നിന്ന് മാറി താമസിക്കേണ്ടി വരും. പുലിക്കളിയും കുമ്മാട്ടിയും അവരുടെ ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്നതിന് തടസ്സമില്ലെന്നും ഗവൺമെന്റിന്റെയും കോർപ്പറേഷന്റെയും ഫണ്ട് എടുക്കുന്നതിന് തടസ്സമുണ്ടാകുമെന്നും ആഘോഷങ്ങളൊന്നും വേണ്ടെന്ന് സർക്കാർ പറഞ്ഞിട്ടില്ലെന്നും കളക്ടർ പറഞ്ഞു. അല്ല, കുമ്മാട്ടി സംഘങ്ങൾ അവിടെ നടത്തുന്ന അവരുടെ ചെലവിലല്ലേ. നമ്മളിപ്പോൾ ഗവൺമെൻറ് ഇപ്പം കോർപ്പറേഷൻ്റെയോ മറ്റോ ഫണ്ട് എടുക്കുന്നതിന് തടസ്സം ഉണ്ടാവും. കാരണം സ്റ്റേറ്റ് ഫുള്ളായിട്ട് അങ്ങനെ ഒരു നിർദ്ദേശം വന്നിട്ടുണ്ടല്ലോ. പക്ഷേ ഇവരുടെ ഫണ്ട് എടുത്ത് ചെയ്യുന്നതിന് തടസ്സം ഉണ്ടാവുമല്ലോ. ആഘോഷങ്ങളില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. കേരളത്തിലെ ഏറ്റവും മോശമായി കിടക്കുന്ന റോഡുകളിൽ ഒന്നാണ് തൃശൂർ കുന്നംകുളം റോഡ്. ഇതിന്റെ അറ്റകുറ്റപ്പണിക്കായി 59 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. BMBC കോൺക്രീറ്റ് ചെയ്യുന്ന പുതിയ റോഡ് കരാർ വെച്ച് വർക്ക് തുടങ്ങിയാൽ 6 മാസം കൊണ്ട് പണി പൂർത്തിയാക്കാമെന്നാണ് കരാർ കമ്പനി അറിയിച്ചിരിക്കുന്നത്. കുറച്ചും കൂടെ സ്പീഡായിട്ടും കുറച്ചും കൂടെ റിസോഴ്സസ് വെച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരാഴ്ച കൊണ്ട് പരമാവധി തീർക്കാം എന്നുള്ളതാണ് ഉറപ്പ് തന്നേക്കുന്നത്. കാലാവസ്ഥ ഇതേപോലെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും അത് മോണിറ്റർ ചെയ്യുന്നുണ്ട്. പിന്നെ പെർമനൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു BMBCയും പിന്നെ കോൺക്രീറ്റും കൂടെ മിക്സായിട്ടുള്ള ഒരു പ്രപ്പോസലാണ്. അപ്പോൾ അത് ഓൾറെഡി ഗവൺമെൻറ് പരിഗണനയിലാണ്, ഫൈനൽ സ്റ്റേജിലാണ്. TSം കൊടുത്തിട്ട് ഈ മാസം ടെൻഡർ ചെയ്യാൻ സാധിക്കുമെന്നാണ് പറഞ്ഞത്. മുൻ കളക്ടർമാർ തുടങ്ങിവെച്ച പദ്ധതികളുമായി മുന്നോട്ടു പോകും. മുടങ്ങിക്കിടക്കുന്ന വർക്കുകൾ മുന്നോട്ട് കൊണ്ടുപോകണം. യൂത്ത് ഡെവലപ്മെൻറ്റ്, സ്റ്റുഡൻസിൻ്റെ കാര്യങ്ങൾ, ടൂറിസം, സ്പോർട്സ് മേഖലകൾ, തീരദേശ മേഖലയിലെ സംരക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് മുൻഗണന നൽകും. മൗണ്ടനിയറിങ്ങിനോടും ട്രക്കിങ്ങിനോടും സർവീസിൽ കയറിയപ്പോഴാണ് താല്പര്യം തോന്നിയതെന്നും എവറസ്റ്റ് ഉൾപ്പെടെയുള്ള പർവ്വതങ്ങൾ കയറണമെന്നാണ് ആഗ്രഹമെന്നും കളക്ടർ പറഞ്ഞു. ആക്ച്വലി ഇപ്പോൾ കിളിമഞ്ചാരോ ചെയ്തിട്ടുണ്ട്, മൗണ്ട് എൽബ്രസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഇയർ ജാനുവരിയിൽ മൗണ്ട് അക്കാൻകുഗ അർജൻറ്റീനയിൽ അറ്റംപ്റ്റ് ചെയ്തു. പക്ഷേ സബ്മിറ്റ് ചെയ്യാൻ സാധിച്ചില്ലായിരുന്നു. ഒരു 300 മീറ്റേഴ്സ് മുന്നേ എനിക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നായിരുന്നു. പക്ഷേ ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത് 7 സമ്മിറ്റ്സ് ചെയ്യണമെന്നാണ്, എവറസ്റ്റ് ഉൾപ്പെടെ. ബട്ട് ഇപ്പോഴല്ല, പിന്നെ ഫ്യൂച്ചറിൽ. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് O. രാധിക അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി പോൾ മാത്യു, വൈസ് പ്രസിഡന്റ് അരുൺ എഴുത്തച്ഛൻ എന്നിവർ സംസാരിച്ചു. TCV ന്യൂസ്, തൃശൂർ. മാള അഷ്ടമിച്ചിറയിൽ വനിതാ ദന്ത ഡോക്ടറെ തെരുവ് നായ്ക്കൾ ആക്രമിച്ചു. അഷ്ടമിച്ചിറ സ്വദേശി ഡോക്ടർ പാർവതി ശ്രീജിത്താണ് തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിന് ഇരയായത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ക്ലിനിക്കിൽ നിന്നും ഇന്ത്യൻ ഓയിൽ പമ്പിന്റെ പുറകുവശത്തുള്ള തന്റെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വരുന്ന സമയത്താണ് നായ്ക്കൾ കൂട്ടം ചേർന്ന് പാർവതി ആക്രമിച്ചത്. നായ്ക്കൾ വരുന്നത് കണ്ട് ഭയന്ന പാർവതി പുറകോട്ട് വീഴുകയായിരുന്നു. വീണുകിടന്ന ഡോക്ടറെ നായ്ക്കൾ കാലിലും കൈകളിലും കടിച്ച് പരിക്കേൽപ്പിച്ചു. ഡോക്ടറുടെ കൈക്ക് ഒടിവും സംഭവിച്ചു. പമ്പിലെ ജീവനക്കാർ ഓടിയെത്തിയാണ് ഡോക്ടറെ രക്ഷപ്പെടുത്തിയത്. തെരുവുനായ ആക്രമണം നിയന്ത്രിക്കാൻ സർക്കാർ അടിയന്തരമായി നടപടിയെടുക്കണമെന്ന് ഡോക്ടർ ആവശ്യപ്പെട്ടു. പമ്പിലെ ജീവനക്കാർ എത്തിയില്ലെങ്കിൽ തന്റെ ജീവന് അപായം സംഭവിച്ചാനെയെന്ന് ഡോക്ടർ പറഞ്ഞു. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായി വീട്ടിലോട്ട് വന്നപ്പോഴാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ പമ്പാണ്. അപ്പോൾ പമ്പിനുള്ളിൽ ഒരു 4-5 പട്ടികൾ ഇങ്ങനെ തമ്പടിച്ച് കിടക്കുമായിരുന്നു. ഒന്നും കണ്ടില്ല, അങ്ങോട്ട് ഒരു അതിൻ്റെ നേർക്കൊന്നും ചെന്നില്ല. പക്ഷെ നടന്നു പോണ വഴി അത് നേരെ വന്ന് അറ്റാക്ക് ചെയ്യായിരുന്നു. അപ്പോൾ ആദ്യം ഇത് കടിക്കാൻ വരുന്ന കണ്ട് പാനിക്കായി കൈ കുത്തിയാണ് വീണത്. അപ്പോൾ കൈ ഫ്രാക്ചറായിട്ടുണ്ട്. അതിൽ ഒരു പട്ടി മുന്നോട്ട് വന്ന ആദ്യത്തെ പട്ടി റൈറ്റ് ലെഗിൽ ഫസ്റ്റ് കടിച്ചു. പിന്നെ നെക്സ്റ്റ് രണ്ടാമത്തേത് ലെഫ്റ്റിൽ കടിച്ചു. അങ്ങനെ 2 പട്ടികളാണ് കടിച്ചേക്കുന്നത്. പിന്നെ ഇതിന് പുറകെ വീണ്ടും 1-2 പട്ടികൾ വരെ ഉണ്ടായി. അപ്പോൾ കടിച്ച് ബഹളം വെച്ചപ്പോൾ അടുത്തുള്ള പമ്പിലെ സ്റ്റാഫുകളുണ്ടായി, സ്റ്റാഫും കസ്റ്റമേഴ്സൊക്കെ. അവർ വന്ന് ബഹളം വെച്ചപ്പോഴാണ് ഇത് പിന്മാറിയത്. ബീച്ച് പരിസരങ്ങളിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 800 ഗ്രാം ഹാഷിഷ് ഓയിലുമായി 2 യുവാക്കളെ ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ചാവക്കാട് കടപ്പുറം സ്വദേശികളായ രായ്മറിക്കാർ മുഹസിൻ, അറക്കൽ വീട്ടിൽ മുദസിർ എന്നിവരെയാണ് ചാവക്കാട് പോലീസ് ഇൻസ്പെക്ടർ VV വിമലിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. കോമ്പിങ്ങിനിടെയാണ് പ്രതികൾ പിടിയിലായത്. ആന്ധ്രാപ്രദേശിൽ നിന്നും എത്തിക്കുന്ന ഹാഷിഷ് ഓയിൽ ചാവക്കാട് എടക്കഴിയൂർ മേഖലകളിൽ തീരദേശം കേന്ദ്രീകരിച്ച് ചെറിയ ഡബ്ബകളിലാക്കി ആവശ്യക്കാർക്ക് എത്തിച്ചു നൽകുകയാണ് പ്രതികളുടെ രീതിയെന്ന് പോലീസ് പറഞ്ഞു. സബ് ഇൻസ്പെക്ടർമാരായ PA ബാബുരാജൻ, PS അനിൽകുമാർ, സിവിൽ പോലീസ് ഓഫീസർമാരായ EK ഹംദ,
സന്ദീപ്, വിനോദ്, പ്രദീപ്, റോബർട്ട്, സുബീഷ് എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. അസം സ്വദേശിയെ വെടിവെച്ചു കൊല്ലാൻ ശ്രമിച്ച കേസിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പൊന്നറമ്പിൽ രാജേഷിനെയാണ് പാവറട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ഏപ്രിൽ 1 അതിഥി തൊഴിലാളിയായ മഹീബുൾ ഇസ്ലാമിനെയാണ് പ്രതി വെടിവെച്ചത്. മാരകമായി പരിക്കേറ്റ മഹീബുളിനെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയിരുന്നു. സംഭവശേഷം ഒളിവിൽ പോയ പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന് കോടതിയിൽ കീഴടങ്ങുകയായിരുന്നു. രാജേഷിന്റെ വീടിനടുത്ത് മണലെടുക്കാൻ വന്ന അതിഥി തൊഴിലാളികൾ തമ്മിൽ തർക്കം നടന്നിരുന്നു. ബഹളം കേട്ടെത്തിയ രാജേഷ് അസഭ്യം പറഞ്ഞതിനെ തുടർന്നുണ്ടായ തർക്കമാണ് വെടിവെപ്പിൽ കലാശിച്ചത്. SI OV വിനോദ്, ASI NG നന്ദകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. വെടിവെക്കാൻ ഉപയോഗിച്ച തോക്ക് കണ്ടെടുത്തു. ഷാൾ കഴുത്തിൽ കുടുങ്ങി 5ാം ക്ലാസ് വിദ്യാർത്ഥിനി മരിച്ചു. ചേലക്കര വട്ടുള്ളി തുടുമ്മേൽ റെജിയുടെയും ബ്രിസ്റ്റിലിയുടെയും മകൾ 10 വയസ്സുള്ള എൽവീന റെജിയാണ് മരിച്ചത്. തിങ്കളാഴ്ച വൈകിട്ട് വീട്ടിൽ കളിക്കുന്നതിനിടയിൽ ഷാൾ കഴുത്തിൽ കുടുങ്ങുകയായിരുന്നു. തുടർന്ന് ചേലക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തിരുവിലാമല ന്യൂ ക്രൈസ്റ്റ് സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ്. കരാർ ലംഘനത്തിന് പാലിയേക്കര ടോൾ കരാർ കമ്പനിക്ക് 2128.72 കോടി രൂപ ദേശീയപാത അതോറിറ്റി പിഴ ചുമത്തിയ സാഹചര്യത്തിൽ സെപ്റ്റംബർ 1 മുതൽ ടോൾ നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള കമ്പനിയുടെ നീക്കം സർക്കാർ ഇടപെട്ട് തടയണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. നിരക്ക് വർധനവ് തടയണമെന്നാവശ്യപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനും പൊതുമരാമത്ത് സെക്രട്ടറിക്കും ജില്ലാ കളക്ടർക്കും കത്ത് നൽകി. 2022 നവംബറിൽ നടത്തിയ സേഫ്റ്റി ഓഡിറ്റിൽ പറയുന്ന തീവ്ര അപകട സാധ്യതയുള്ള 11 ബ്ലാക്ക് സ്പോട്ട് ഉൾപ്പെടെ 50ഓളം കവലകളിൽ നിർദ്ദേശിച്ച മേൽപ്പാലങ്ങൾ, അടിപ്പാതകൾ, യു-ടേൺ ട്രാക്കുകൾ, സൈൻ ബോർഡുകൾ തുടങ്ങി പരിഹാര നിർദ്ദേശങ്ങളൊന്നും ഇതുവരെ ചെയ്തിട്ടില്ലെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു. ഈ വർഷത്തെ നിരക്ക് വർധനവ് തടയണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി കോടതി പരിഗണിക്കാനിരിക്കെ ഇനിയും ജനങ്ങളെ കൊള്ളയടിക്കാൻ ടോൾ കമ്പനിയെ സർക്കാർ അനുവദിക്കരുതെന്നും ജോസഫ് ടാജറ്റ് ആവശ്യപ്പെട്ടു. തൃശൂർ കുറ്റിപ്പുറം, തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതകളുടെ പുനർനിർമ്മാണത്തിൽ സർക്കാർ അനാസ്ഥ തുടർന്നാൽ മുഖ്യമന്ത്രിയെയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെയും വഴിയിൽ തടയുമെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ. കുണ്ടും കുഴിയുമായി തകർന്ന ചൂണ്ടൽ മഴവഞ്ചേരി റോഡ് എത്രയും പെട്ടെന്ന് ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് പാവറട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാവറട്ടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CJ സ്റ്റാൻലി അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി CC ശ്രീകുമാർ, കോൺഗ്രസ് നേതാക്കളായ രാജേന്ദ്രൻ അരങ്ങത്ത്, V വേണുഗോപാൽ, PK രാജൻ, KB ജയറാം തുടങ്ങിയവർ സംസാരിച്ചു. രാപ്പകൽ സമരം ബുധനാഴ്ച രാവിലെ 10-ന് സമാപിക്കും. മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന എല്ലാ സംഘടനകളുമായി കൈകോർക്കാൻ SFI തയ്യാറാണെന്ന് സംസ്ഥാന സെക്രട്ടറി PM R ഷോ പറഞ്ഞു. 2 ദിവസങ്ങളിലായി ഗുരുവായൂരിൽ നടക്കുന്ന SFI 48ാം ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് ഇന്ന് കാണുന്ന എല്ലാ നേട്ടങ്ങളും SFI പൊരുതി നേടിയതാണ്. RSS BJP സഖ്യത്തെ വഴിവിട്ട് സഹായിക്കുന്ന ഗവർണർ ജനാധിപത്യ ധ്വംസനമാണ് നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് R വിഷ്ണു അധ്യക്ഷത വഹിച്ചു. NK അക്ബർ MLA, ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ്, മുൻ MLA KV അബ്ദുൽ ഖാദർ, TT ശിവദാസൻ, SFI കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ KV അനുരാഗ്, ഹസൻ മുബാറക്ക്, AA അക്ഷയ്, ജാൻവി K സത്യൻ, KU സരിത തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനം ബുധനാഴ്ച സമാപിക്കും. വയനാട് ദുരന്തത്തിൽപ്പെട്ട വ്യാപാരികളെ പുനരധിവസിപ്പിക്കുന്നതിനും സർക്കാരിന്റെ പുനരധിവാസത്തിൽ പങ്കുചേരുന്നതിനുമായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റുകളിൽ നിന്ന് ശേഖരിച്ച ഫണ്ട് കൈമാറി തുടങ്ങി. ജില്ലയിലെ 230 യൂണിറ്റുകളിൽ നിന്ന് ശേഖരിച്ച ഫണ്ട് നിയോജക മണ്ഡലം കമ്മിറ്റിക്കാണ് കൈമാറുന്നത്. വീടും സ്ഥാപനങ്ങളും നഷ്ടപ്പെട്ട മുഴുവൻ വ്യാപാരികൾക്കും വീടും സ്ഥാപനവും നിർമ്മിച്ചു നൽകുമെന്നും ദുരന്തത്തിൽ ജീവഹാനിയുണ്ടായ വ്യാപാരികളുടെ കുടുംബത്തെ സംരക്ഷിക്കുമെന്നും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് പറഞ്ഞു. വ്യാപാരികളുടെ പുനരധിവാസം സംബന്ധിച്ച് ആരും ഒരു പ്രഖ്യാപനം നടത്തിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വീട് നിർമ്മിച്ചു നൽകുന്നതിന് സർക്കാരിന് 3 ഹെക്ടർ ഭൂമി നൽകുമെന്ന് KV അബ്ദുൽ ഹമീദ് പറഞ്ഞു. തിരുവത്ര യൂണിറ്റ് ശേഖരിച്ച ഫണ്ട് യൂണിറ്റ് പ്രസിഡന്റ് RH ഹാരിസ്, സെക്രട്ടറി TV ആനന്ദ്,
ട്രഷറർ ജംഷീർ അലി, എക്സിക്യൂട്ടീവ് അംഗം കെ ബാബു എന്നിവർ ചേർന്ന് ജില്ലാ വൈസ് പ്രസിഡന്റ് ലൂക്കോസ് തലക്കോട്ടൂർ, നിയോജക മണ്ഡലം കൺവീനർ ജോജി തോമസ് എന്നിവർക്ക് കൈമാറി. 7 കോടിയിലധികം തട്ടിപ്പ് നടത്തിയ ഹിവാൻ നിധി, ഹിവാൻ ഫിനാൻസ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ ഡയറക്ടർ അന്നമനട സ്വദേശി CS ശ്രീനിവാസനെ തൃശൂർ സിറ്റി ജില്ലാ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കേസിൽ ഡയറക്ടർമാരായ സുന്ദർ സി മേനോൻ, പുതൂർക്കര സ്വദേശി ബിജു മണികണ്ഠൻ എന്നിവരെ ക്രൈംബ്രാഞ്ച് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. തൃശൂർ ചക്കാമുക്ക് ഹിവാൻ നിധി ലിമിറ്റഡ്, ഹിവാൻ ഫിനാൻസ് സ്ഥാപനത്തിന്റെ ഡയറക്ടർമാർ പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഡെപ്പോസിറ്റുകൾ സ്വീകരിച്ച് കാലാവധി കഴിഞ്ഞിട്ടും പണം തിരികെ നൽകാതെ വിശ്വാസവഞ്ചന നടത്തിയെന്ന പരാതിയിലാണ് അറസ്റ്റ്. 62ഓളം നിക്ഷേപകരാണ് പോലീസിൽ പരാതി നൽകിയിരുന്നത്. എഞ്ചിൻ നിലച്ച് കടലിൽ ഒഴുകി നടന്ന വള്ളത്തിലെ തൊഴിലാളികളെ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് റെസ്ക്യൂ സംഘം രക്ഷപ്പെടുത്തി. മുനമ്പം ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ നിന്നും 39 തൊഴിലാളികളുമായി മത്സ്യബന്ധനത്തിന് പോയ SLV എന്ന ഇൻബോർഡ് വള്ളമാണ് എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങിയത്. കടലിൽ 15 നോട്ടിക്കൽ മൈലകലെ അറപ്പക്കടവ് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിരുന്നു സംഭവം. മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഓഫീസർമാരായ VN പ്രശാന്ത് കുമാർ, ER ഷിനിൽ കുമാർ, VM ഷൈബു, റെസ്ക്യൂ ഗാർഡുമാരായ CN പ്രമോദ്, TN റഫീഖ്, ബോട്ട് ശ്രാങ്ക് ദേവസി, എഞ്ചിൻ ഡ്രൈവർ റോക്കി എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. സംസ്ഥാനത്ത് കോഴിവില കുത്തനെ ഇടിഞ്ഞു. പ്രാദേശിക ഉത്പാദനം കൂടിയതും തമിഴ്നാട്ടിൽ നിന്നുള്ള കോഴിയുടെ വരവ് ഉയർന്നതുമാണ് വില കുറയുവാൻ കാരണമെന്ന് വ്യാപാരികൾ പറഞ്ഞു. 2 ആഴ്ച മുമ്പ് 160 ആയിരുന്ന കോഴി കിലോയ്ക്ക് 100 രൂപ മുതൽ 120 രൂപ വരെയാണ് നിലവിലെ വില. കഴിഞ്ഞ ആഴ്ചകളിൽ ചിക്കന്റെ വില 80 രൂപ വരെ എത്തിയിരുന്നു. എന്നാൽ വില 100ലേക്ക് എത്തിയതോടെ പ്രതീക്ഷ നൽകുന്നതായി വ്യാപാരികൾ പറഞ്ഞു. അതേസമയം ചില്ലറ വിപണികളിൽ കോഴിവില കുറഞ്ഞത് വ്യാപാരം കൂട്ടിയിട്ടുണ്ട്. 2 ആഴ്ച മുമ്പ് ഫാമുകളിൽ കോഴിയുടെ വില കുറഞ്ഞതാണെങ്കിലും ചില്ലറ കച്ചവടക്കാർ വില കുറച്ചിരുന്നില്ല. പെട്ടെന്നുള്ള വിലക്കുറവ് കോഴി ഫാം നടത്തിപ്പുകാരെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. ഉപ്പുവെള്ളത്തിലായ അവസ്ഥയിൽ ഫിഷറീസ് വകുപ്പിന്റെ പൊയ്യ അഡാക്കിലെ അക്വാ മ്യൂസിയം പദ്ധതി. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ ഉപകരണങ്ങളടക്കമുള്ളവ പ്രദർശിപ്പിക്കുന്നതിനുള്ള മ്യൂസിയം ഒരുക്കാനുള്ള പദ്ധതിയാണ് തകർന്ന കെട്ടിടത്തിൽ അവസാനിച്ചത്. 2015-ൽ 2733 ചതുരശ്രടി വിസ്തീർണത്തിൽ 35 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. ചതുപ്പ് സ്ഥലത്തെ ഉപ്പുവെള്ളത്തിൽ നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഭിത്തികൾ മാസങ്ങൾക്കുള്ളിൽ തകർച്ചയിലേക്ക് പോയിരുന്നു. ഭിത്തിയിലേക്ക് ഉപ്പുവെള്ളം കയറിയതാണ് തകർച്ചയുടെ കാരണമായി കണ്ടെത്തിയിരുന്നത്. ഹാബിറ്റാറ്റ് ഗ്രൂപ്പാണ് നിർമ്മാണം നടത്തിയത്. 2017-18 വർഷത്തിൽ അക്വാ മ്യൂസിയത്തിനായി 19.50 ലക്ഷം രൂപ VR സുനിൽകുമാർ MLA അനുവദിച്ച് ഭരണാനുമതി ലഭിച്ചെങ്കിലും പദ്ധതി നടപ്പായില്ല. അറ്റകുറ്റപ്പണികൾക്ക് ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. പിന്നീട് 4 മാസം മുൻപ് അറ്റകുറ്റപ്പണികൾ നടത്താമെന്ന് അറിയിച്ചെങ്കിലും ഹാബിറ്റാറ്റ് എത്തിയില്ല. കെട്ടിടത്തിന്റെ അടിത്തറ പോലും കാണാതെ ഫ്ലോർ നിരപ്പാണ് ഇപ്പോഴുള്ളത്. കെട്ടിടം നിർമ്മിക്കുമ്പോൾ തറഭാഗം ഉയർന്നിരുന്നുവെങ്കിലും പിന്നീട് മണ്ണിട്ട് നികത്തി ടൈൽ വിരിക്കുകയായിരുന്നു. ഇപ്പോൾ കെട്ടിടം വെള്ളത്തിന് മുകളിലാണുള്ളത്. ഉപ്പുവെള്ളം കയറാതെ ചുറ്റും കോൺക്രീറ്റ് ഭിത്തി നിർമ്മിച്ചാൽ മാത്രമേ കെട്ടിടം സുരക്ഷിതമാകൂ. അപകടാവസ്ഥയിലായ കെട്ടിടം ഉപയോഗയോഗ്യമാക്കാൻ കഴിയില്ലെന്നാണ് അഡാക്കിൽ നേരത്തെയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരുന്നത്. അക്വാ മ്യൂസിയം കെട്ടിടം ഇനി എന്ത് ചെയ്യുമെന്ന ചോദ്യത്തിന് ഇതുവരെ ഉത്തരമില്ലാത്ത അവസ്ഥയിലാണ്. നിർമ്മാണ പദ്ധതി തയ്യാറാക്കിയതിലെ കാഴ്ചപ്പാടില്ലായ്മയാണ് തകർച്ചയിൽ കലാശിച്ചതെന്ന ആക്ഷേപം ഉയരുന്നുണ്ട്. TCV ന്യൂസ്, മാള. അമല മെഡിക്കൽ കോളേജിനും അനുബന്ധ സ്ഥാപനങ്ങൾക്കും പ്രവർത്തന മികവിന് ദേശീയ തലത്തിൽ ലഭിച്ച അംഗീകാരങ്ങളുടെ നിറവിൽ അമല മെഡിക്കൽ കോളേജിൽ അമല ക്വാളിറ്റി ഡേ ആഘോഷിച്ചു. ചാവറ കുര്യാക്കോസ് അച്ഛനിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് വളർന്ന അമല മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തന മികവിന്റെയും അനുകമ്പാർദ്രമായ സേവന മനസ്സിന്റെയും ഫലമാണ് ദേശീയ അംഗീകാര നേട്ടമെന്ന് അമല ക്വാളിറ്റി ഡേ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. അമല മെഡിക്കൽ കോളേജ് ആശുപത്രി, അമല ആയുർവേദിക് ആശുപത്രി ആൻഡ് റിസർച്ച് സെന്റർ, അമല ബ്ലഡ് ബാങ്ക്, നഴ്സിംഗ് എക്സലൻസ് ഫോർ അമല മെഡിക്കൽ കോളേജ് എന്നിവയ്ക്കുള്ള NABH അംഗീകാര സാക്ഷ്യപത്രങ്ങളും അമല മെഡിക്കൽ കോളേജ് സെൻട്രൽ ലബോറട്ടറി സർവീസിനുള്ള NABL അംഗീകാര സാക്ഷ്യപത്രവും അമല കോളേജ് ഓഫ് നഴ്സിംഗിനുള്ള NAC A ഗ്രേഡ് അംഗീകാര സാക്ഷ്യപത്രവും ഗവർണർ കൈമാറി. ദേവമാത പ്രൊവിൻഷ്യൽ ഡോക്ടർ ഫാദർ ജോസ് നന്ദിക്കര അധ്യക്ഷത വഹിച്ചു. സേവ്യർ ചിറ്റിലപ്പള്ളി MLA, കേരള ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമേൽ, അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ഡയറക്ടർ ഫാദർ ജൂലിയസ് അറക്കൽ, പ്രിൻസിപ്പൽ ഡോക്ടർ ബെറ്റ്സി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. Amala Institute
named after the Blessed Mother Mary, is no exception, since it accords the service, the sanctity of prayer, with faith in the gospel, that prayer offered in faith will make the sick person well. The Lord will raise them up. ഗുരുവായൂർ തിരുവെങ്കിടം പാനയോഗം വാർഷികവും പുരസ്കാര സമർപ്പണവും കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ദേവസ്വം മുൻ ചെയർമാൻ ടി വി ചന്ദ്രമോഹൻ അധ്യക്ഷത വഹിച്ചു. പാനയോഗത്തിന്റെ വിവിധ പുരസ്കാരങ്ങൾ വാദ്യകലാകാരന്മാരായ ചോറ്റാനിക്കര വിജയൻ മാരാർ, ചൊവ്വലൂർ മോഹൻ നായർ, പേരകം അശോകൻ, കഥകളി കലാകാരൻ കോട്ടയ്ക്കൽ മധു, കൃഷ്ണനാട്ടം കലാകാരൻ വെട്ടിക്കാട്ടൂർ കൃഷ്ണൻ നമ്പൂതിരി എന്നിവർക്ക് സമ്മാനിച്ചു. വാദ്യ കുലപതിമാരായ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ, പെരുവനം കുട്ടൻ മാരാർ എന്നിവർ ചേർന്ന് പുരസ്കാര സമർപ്പണം നിർവഹിച്ചു. നടന്മാരായ ജയരാജ് വാര്യർ, ശിവജി ഗുരുവായൂർ, കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ, ജി കെ പ്രകാശൻ, ബാലൻ വാറനാട്ട്, നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ പി ഉദയൻ, കൌൺസിലർ ശോഭ ഹരിനാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. കാപ്പ ഉത്തരവ് ലംഘിച്ച് നാട്ടിൽ പ്രവേശിച്ച പ്രതിയെ പോലീസ് പിടികൂടി. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയും കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ റൌഡി ലിസ്റ്റിൽപ്പെട്ട കാവിൽക്കടവ് സ്വദേശി മുഹമ്മദ് സ്വാലിഹാണ് റിമാൻഡിലായത്. തൃശൂർ ഡിഐജിയുടെ ഉത്തരവ് പ്രകാരം 6 മാസക്കാലത്തേക്ക് ജില്ലയിൽ പ്രവേശിക്കുന്നത് വിലക്കി നാടുകടത്തിയ സ്വാലിഹ് എറിയാട് PSN കവലയിലുള്ള വാടക വീട്ടിൽ വന്നതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇൻസ്പെക്ടർ BK അരുണിന്റെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർമാരായ കശ്യപൻ, ആന്റണി, ജിംബിൾ, CPOമാരായ വിപിൻ കൊല്ലാറ, ജാക്സൺ, സജിത്ത്, ബിനിൽ എന്നിവരടങ്ങിയ സംഘമാണ് അറസ്റ്റ് ചെയ്തത്. മണലിപ്പുഴ കരകവിഞ്ഞതിനെ തുടർന്ന് തൃക്കൂർ പഞ്ചായത്തിൽ 2.5 കോടിയുടെ കൃഷിനാശം. പീച്ചി ഡാം ക്രമാതീതമായ അളവിൽ തുറന്നതിനെ തുടർന്ന് പഞ്ചായത്തിലെ കാർഷിക മേഖലയിൽ വൻ നാശനഷ്ടമാണ് ഉണ്ടായത്. 25,000-ഓളം വാഴകളും 5 ഏക്കറോളം പച്ചക്കറി കൃഷിയും നശിച്ചതായി കൃഷി ഓഫീസർ അറിയിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന കാർഷിക വികസന സമിതി യോഗത്തിലാണ് നഷ്ടം വിലയിരുത്തിയത്. വളരെ കുറച്ച് കർഷകർ മാത്രമാണ് വിള ഇൻഷുറൻസ് ചെയ്തിട്ടുള്ളത്. ഇൻഷുറൻസ് തുക കിട്ടിയാൽ പോലും ഉണ്ടായ നഷ്ടം നികത്താൻ കഴിയാത്ത സ്ഥിതിയാണെന്ന് കർഷകർ പറയുന്നു. കർഷകർക്ക് നഷ്ടപരിഹാരം സമയബന്ധിതമായി ലഭിക്കുന്നതിന് നടപടിയുണ്ടാകണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. പീച്ചി ഡാം ഉദ്യോഗസ്ഥരുടെ പേരിൽ നടപടിയെടുക്കണമെന്നും കർഷകർക്കുള്ള നഷ്ടപരിഹാരം അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് വകുപ്പ് മന്ത്രിക്കും ജില്ലാ കളക്ടർക്കും പരാതി നൽകാൻ യോഗത്തിൽ തീരുമാനമായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹേമലത സുകുമാരൻ, പഞ്ചായത്ത് അംഗം സലീഷ് ചെമ്പാറ, കൃഷി ഓഫീസർ ദീപ ജോണി എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. തിരുനെൽവേലി പാലക്കാട് തിരുനെൽവേലി പാലരുവി എക്സ്പ്രസിൽ ബുധനാഴ്ച മുതൽ തിരുനെൽവേലിയിൽ നിന്നും ആഗസ്റ്റ് 15 മുതൽ പാലക്കാട് നിന്നും സ്ഥിരമായി 4 കോച്ചുകൾ അധികം ഘടിപ്പിക്കുമെന്ന് റെയിൽവേ അധികൃതർ അറിയിച്ചു. ഒരു സ്ലീപ്പർ കോച്ചും 3 സാധാരണ കോച്ചുകളുമാണ് അധികമായി ചേർക്കുന്നത്. പുനലൂർ ചെങ്കോട്ട മേഖലയിൽ 18 കോച്ചുകളുള്ള ട്രെയിൻ ഓടിക്കുവാൻ റെയിൽവേ സുരക്ഷാ കമ്മീഷണർ അനുമതി നൽകിയത് മുതൽ യാത്രക്കാർ ഇത് സംബന്ധിച്ച് ആവശ്യമുയർത്തിയിരുന്നു. ഗുരുവായൂർ മധുര എക്സ്പ്രസിൽ 4 കോച്ചുകൾ കൂടി കൂട്ടണമെന്ന് യാത്രക്കാർ റെയിൽവേ അധികൃതരോട് ആവശ്യപ്പെട്ടു. കേച്ചേരി പാറന്നൂരിൽ KSRTC ബസിന്റെ ചില്ല് കല്ലെറിഞ്ഞ് തകർത്ത സംഭവത്തിൽ പ്രതിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. വയനാട് വെളിയമ്പം സ്വദേശി മടപ്പറമ്പിൽ വീട്ടിൽ ജെയ്സനെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. ചൊവ്വാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് വയനാട് മൂന്നാർ റൂട്ടിൽ സർവീസ് നടത്തുന്ന KSRTC ബസിന് നേരെ കല്ലേറുണ്ടായത്. കല്ലേറിൽ KSRTC ബസിന്റെ മുൻവശത്തെ ചില്ല് തകർന്നു. സംഭവത്തിൽ 40,000 രൂപയുടെ നഷ്ടമുണ്ടായതായി KSRTC ജീവനക്കാർ പറഞ്ഞു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഭണ്ഡാരം വരവായി 43,85,5,787 രൂപയും 1 കിലോ 819 ഗ്രാം 400 മില്ലിഗ്രാം സ്വർണവും 11 കിലോ 250 ഗ്രാം വെള്ളിയും ലഭിച്ചു. കേന്ദ്ര സർക്കാർ പിൻവലിച്ച 2000-ന്റെ 16 നിരോധിച്ച 1000 രൂപയുടെ 20ഉം 500-ന്റെ 46 കറൻസിയും ലഭിച്ചു. ധനലക്ഷ്മി ബാങ്ക് ഗുരുവായൂർ ശാഖയ്ക്കായിരുന്നു എണ്ണൽ ചുമതല. ഇതിനു പുറമെ ഈ ഭണ്ഡാരം വഴി 2,57,811 രൂപയും ലഭിച്ചു. സ്പിരിറ്റ് ഇൻ ജീസസ് സംഘടനയുടെ ആഭിമുഖ്യത്തിൽ റഷ്യ-യുക്രൈൻ യുദ്ധത്തിനെതിരെ തൃശൂരിൽ ജപമാല റാലി സംഘടിപ്പിച്ചു. റഷ്യ-യുക്രൈൻ യുദ്ധത്തിനെതിരെ സ്പിരിറ്റ് ഇൻ ജീസസ് സംഘടന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ജപമാല റാലി നടത്തിവരുന്നുണ്ട്. ജൂൺ 13-ന് തുടക്കം കുറിച്ച ജപമാല റാലി
റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിക്കും വരെ എല്ലാ ശനിയാഴ്ചകളിലും വിവിധ കേന്ദ്രങ്ങളിൽ നടത്തും. ശക്തൻ നഗറിൽ നിന്ന് ആരംഭിച്ച റാലി സ്വരാജ് റൌണ്ട് ചുറ്റി ശക്തനിൽ തന്നെ സമാപിച്ചു. വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് യുവാവ് സുമനസുകളുടെ ചികിത്സാ സഹായം തേടുന്നു. വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി യുവാവ് സുമനസുകളുടെ ചികിത്സാ സഹായം തേടുന്നു. മാള മേലടൂർ സ്വദേശി മേപ്പറമ്പിൽ സതീഷാണ് സുമനസുകളുടെ സഹായം തേടുന്നത്. 39-കാരനായ സതീഷിന്റെ വരുമാനത്തെ മാത്രം ആശ്രയിച്ചിരുന്ന കുടുംബത്തിൽ ഭാര്യയും രോഗിയാണ്. ഇപ്പോൾ ആഴ്ചയിൽ 3 ദിവസമാണ് ഡയാലിസിസ് നടത്തുന്നത്. വൃക്ക മാറ്റിവെക്കുന്നതിനായി ധനസമാഹരണത്തിന് വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായനിധി രൂപീകരിച്ചിട്ടുണ്ട്. സുമനസുകൾക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ മേലടൂർ ശാഖയിലെ 010-805-000-15879 എന്ന അക്കൗണ്ട് നമ്പറിലേക്ക് സഹായങ്ങൾ അയക്കാവുന്നതാണ്. TCV മാള. സ്തുത്യർഹ സേവനത്തിനുള്ള മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലിന് എരുമപ്പെട്ടി സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ കെ സഗുൺ അർഹനായി. ആറ്റൂർ സ്വദേശിയായ സഗുൺ 2012-ലാണ് സർവീസിൽ പ്രവേശിച്ചത്. കഴിഞ്ഞ 3 വർഷമായി എരുമപ്പെട്ടി സ്റ്റേഷനിലാണ് സേവനം ചെയ്യുന്നത്. മികച്ച കുറ്റാന്വേഷകനാണ് സഗുൺ. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6530 രൂപ, പവന് 52,240 രൂപ. വെള്ളി ഗ്രാമിന് 88 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3141 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ പൂരം വെടിക്കെട്ട് നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തുന്നതുമായി ബന്ധപ്പെട്ട് തേക്കിൻകാട് മൈതാനിയിൽ പ്രത്യേക സംഘം പരിശോധന നടത്തി. ഫയർ ലൈനിൽ നിന്ന് 60 മീറ്റർ അകലെ നിന്ന് വെടിക്കെട്ട് കാണുന്നതിനുള്ള സാധ്യതയാണ് പരിശോധിച്ചത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രത്യേക യോഗം വിളിച്ച സാഹചര്യത്തിലായിരുന്നു പരിശോധന. വയനാടിന്റെ പുനരധിവാസത്തിന് ദീർഘകാല പദ്ധതികൾ അനിവാര്യമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. കേന്ദ്രം സാധ്യമായ എല്ലാ സഹായവും നൽകുമെന്ന് ഗവർണർ. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആവശ്യമെങ്കിൽ കൂടുതൽ വായ്പകൾ എഴുതിത്തള്ളുമെന്ന് കേരള ബാങ്ക് വൈസ് പ്രസിഡന്റ് MK കണ്ണൻ. ജില്ലയിലുണ്ടായ കനത്ത മഴയിൽ 50 കോടിയോളം രൂപയുടെ നഷ്ടമുണ്ടായതായി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ. പുലിക്കളിയും കുമ്മാട്ടിയും സംഘങ്ങളുടെ ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്നതിന് തടസ്സമില്ലെന്ന് കളക്ടർ. മാള അഷ്ടമിച്ചെറിയിൽ വനിതാ ദന്ത ഡോക്ടറെ തെരുവ് നായ്ക്കൾ ആക്രമിച്ചു. ഡോക്ടർ പാർവതി ശ്രീജിത്താണ് തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിന് ഇരയായത്. വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 800 ഗ്രാം ഹാഷിഷ് ഓയിലുമായി 2 യുവാക്കളെ ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. കടപ്പുറം സ്വദേശികളായ മുഹ്സിൻ, മുദസിർ എന്നിവരാണ് പിടിയിലായത്. അസം സ്വദേശിയെ വെടിവെച്ചു കൊല്ലാൻ ശ്രമിച്ച കേസിൽ പ്രതിയെ പാവറട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. വെങ്കിടങ്ങ് സ്വദേശി രാജേഷാണ് അറസ്റ്റിലായത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.